എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഗോഹാനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഗായുടെ സ്ഥലത്തേക്ക് പോയി അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ മോൺസ്റ്ററിന്റെ കഥ കഴിഞ്ഞെന്ന് കരുതി നമ്മുടെ ആൾക്കാരെല്ലാവരും ആശ്വസിച്ച് നിൽക്കും. പക്ഷെ അവർക്ക് തീരാ വേദനയായി ഗോക്കുവിനെ നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ ഒരു മോൺസ്റ്റർ അവൻ വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്ത് അവിടേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ അറ്റാക്കിൽ സൂപ്പർ ഹീറോ പയ്യൻ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. വെജീറ്റയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആ മോൺസ്റ്ററിന്റെ ചെറിയൊരു അറ്റാക്കിൽ തന്നെ വെജീറ്റയും പരാജയം അടയുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് ഇപ്പൊ വെജീറ്റയെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ ആ സമയം ഗോഹാനാണെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് അത് ഏറ്റുവാങ്ങി. ഇപ്പൊ അവന്റെ കൈയും ബോഡിയും ഒക്കെ തകർന്ന് അവനങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പരസ്പരം നോക്കും. ഗോഹാന് കൊടുക്കാൻ ഇപ്പൊ സെൻസുബീൻ പയർ പോലും അവരുടെ കയ്യിലില്ല. ഗോഹാനാണെങ്കിൽ എങ്ങനെ ഈ ഭൂമിയെ രക്ഷിക്കണം എന്നറിയില്ല. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ അവരെ എല്ലാവരെയും നശിപ്പിച്ച് ഭൂമിയെ ഇല്ലാതാക്കാൻ വീണ്ടും ആ ഹാമേ പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഗോഹാനും നമ്മുടെ ആൾക്കാരും എല്ലാവരും നിസ്സഹായരായിട്ട് അവനെ നോക്കും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാനെ നോക്കി പരിഹസിക്കും. നിനക്ക് സംഭവിക്കാൻ പോകുന്ന അതേ വിധി തന്നെയാണ് ഈ ഒരു ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഗോഹാനാണെങ്കിൽ തല താഴ്ത്തും. എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിട്ട് പോലും ഇവനെ തകർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം കാരണം ഞാനാണ്. എന്റെ അച്ഛന്റെ വാക്കുകൾ അത് ഞാൻ കേട്ടില്ല എന്ന് പറയും. ഇവിടെ വെജീറ്റയാണെങ്കിൽ കണ്ണു തുറന്ന് ഗോഹാനോട് പറയും, അയാൻസിന്റെ രാജകുമാരനായ എനിക്കും അവനെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. ഐ എം സോറി ഗോഹാൻ. ഗോഹാനാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ആദ്യമായിട്ടാണ് വെജീറ്റ ഒരാളോട് മാപ്പ് പറയുന്നത്. അതിനർത്ഥം വെജീറ്റയും അവന്റെ തോൽവി അത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാവരുടെയും തോൽവിയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വിഷമിച്ച് നിൽക്കും. പിക്കലോ ആണെങ്കിൽ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, ഇല്ല, നോക്കി നിൽക്കാൻ തയ്യാറല്ല, എന്തെങ്കിലും ചെയ്ത് ഞാനിത് തടയും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഡോക്ടർ ജിറോയെ കുറിച്ച് പറയും. സത്യത്തിൽ ആളൊരു ജീനിയസ് ആണ്. ഇതുപോലൊരു വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പക്ഷെ ഇത്ര എളുപ്പത്തിൽ ഭൂമി നശിക്കുമെന്ന് അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ എയിം അത് ഞാനിപ്പോ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇതിപ്പോ എന്റെ എയിമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എല്ലാം നശിപ്പിക്കാനായിട്ട് തയ്യാറാവും. പിക്കലോ ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അവന്റെ പവറൊക്കെ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും കാര്യം ഉണ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് മൊട്ടപ്പൻ അവൻ 18 നോക്കും. അവൾക്കാണെങ്കിൽ ചെറിയൊരു അനക്കമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അധികം വൈകാതെ ഭൂമി അത് അവസാനിക്കാൻ പോവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും, ഈ ഭൂമി ശരിക്കും അവസാനിക്കാൻ പോവാണോ? നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും ഇവിടേക്ക് വരില്ലേ? മോൺസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ച് ഇപ്പൊ ഗോഹാനോട് വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. അതിന് ഗോഹാൻ ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ലാതെ, എന്നെ കൊണ്ട് പറ്റില്ല, ഇനിയൊരു പോരാട്ടത്തിലൂടെ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അച്ഛന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തത് വെറുതെ ആണെങ്കിൽ ഞാനും എന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്ത് എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവാൻ തയ്യാറായി കഴിഞ്ഞു. അത് കേട്ട് മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ആഹ്ലാദത്തോടുകൂടി അവനോട് പറയും, ഓക്കെ, എത്രയും വേഗം നിന്റെ ആഗ്രഹം അത് ഞാൻ സാധിപ്പിച്ചു തരാം. ഈ ഭൂമി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നശിക്കുമെന്ന് പറഞ്ഞ് അവൻ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ദൂരത്തുനിന്നായിട്ട് ഗോക്കുവിന്റെ ശബ്ദം കേൾക്കുക, ഗോഹാൻ, ഇത് ഞാനാണ് നിന്റെ അച്ഛൻ ഗോക്കു. ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. നിന്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ച് അവനെ ഡിഫീറ്റ് ചെയ്യ്, അവനെ തോൽപ്പിക്കേ. ഗോഹാൻ ആണെങ്കിൽ ആ ശബ്ദം കേട്ട് ഞെട്ടും. ഞാൻ കേൾക്കുന്നത് എന്റെ അച്ഛന്റെ ശബ്ദമാണോ? ഇതെങ്ങനെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു? അതിന് ഗോക്കു പറയും, ഇൻകായുടെ സഹായത്തോടു കൂടെയാണ് ഇതിപ്പോ എനിക്ക് സാധ്യമാകുന്നത്. നീ നിന്റെ അൾട്ടിമേറ്റ് ഹാമേ പവർ അതുപയോഗിച്ച് അവനെ തകർക്കണം. ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കരുത്. ഗോഹാനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അച്ഛാ, ഓൾറെഡി എന്റെ ഇടത്തെ കൈ അത് തകർന്നിരിക്കുകയാണ്. എന്നെ കൊണ്ട് അത് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്റെ പകുതി ശക്തിയും ചോർന്നു പോയിരിക്കുന്നു. പക്ഷെ ഗോക്കു ആണെങ്കിൽ ആത്മവിശ്വാസം കൈവിടാതെ അവനോട് പറയും, ആ ടൈം ടേബിളിൽ വെച്ച് ഞാൻ നിന്റെ പവർ സെൻസ് ചെയ്തതാണ്, തിരിച്ചറിഞ്ഞതാണ്. നിന്റെ പവർ അത്ര വേഗം ചോർന്നു പോവില്ല. ഇപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നിന്നിലാണ്. നിന്റെ അമ്മയും ഞാനും ഒക്കെ തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് നിന്നിലാണ്. നിന്നെ കൊണ്ട് അതിന് കഴിയും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ ഉറപ്പിച്ചു പറയും, എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാനിവ ഇല്ലാതാക്കാൻ നോക്കും. പക്ഷെ അച്ഛാ, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അച്ഛൻ പറഞ്ഞത് കേൾക്കാതിരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പൊ അച്ഛൻ ഈ ഗതി വന്നതിൽ കാരണക്കാരൻ ഞാനാണ്. അതിന് ഗോക്കു ആണെങ്കിൽ അവനെ ചെയർ ചെയ്യും. ഇന്ന് കിങ്കായൊക്കെ മറ്റൊരു ലോകത്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നീ ധൈര്യമായിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്ക്. എല്ലാവരുടെയും പ്രാർത്ഥന നിന്നോടൊപ്പം ഉണ്ട്. അത് കേട്ട് ഇപ്പൊ ഗോഹാൻ അവന്റെ പഴയ പവറിലേക്ക് വരും. അവന്റെ ദേഷ്യവും വെറുപ്പും എല്ലാം ഉപയോഗിച്ച് ആ വലിയ കാമേ പവർ അത് അവൻ ഒരു കൈ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. മോൺസ്റ്റർ ആണെങ്കിൽ അത് കണ്ട് വികാര നിർഭരനാവും. വാവ്, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഡബിൾ ഷോക്ക്. ഗോഹാൻ വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും തോന്നും. അടുത്ത നിമിഷം
മോൺസ്റ്ററും ഹാമേ ഹാമേ പവർ അത് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്കിനി നരകത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവനും അവന്റെ ഹാമേ ഹാമേ പവർ ഗോഹാന് നേരെ അയക്കും. രണ്ടുപേരുടെയും പവറുകൾ അതങ്ങനെ കൂട്ടിയിടിക്കും. മൊട്ടപ്പനാണെങ്കിൽ ആ വലിയ ശക്തി കണ്ട് എല്ലാവരോടും പറയും, നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണം. അത് കേട്ട് അവരാണെങ്കിൽ ഓരോരുത്തരായി അവിടുന്ന് കടന്നു പോകും. പിക്കലോയും അവസാനം ഫ്രീസയും എല്ലാവരും ദൂരേക്ക് കടന്നു പോവാണ്. ആ പവർ ആണെങ്കിൽ വലിയൊരു കോളം പോലെ അങ്ങനെ ജ്വലിച്ചു നിൽക്കും. ഡണ്ടയാണെങ്കിൽ അത് തിരിച്ചറിയും. ഗോഹാനെ കൊണ്ട് പോലും അവനെ ഏറ്റുമുട്ടി തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മോൺസ്റ്ററിന്റെ പവർ ഇപ്പോൾ ഒരുപാട് കൂടുതലായിരിക്കുകയാണ്. ഗോഹാനെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആരെക്കൊണ്ടും അവനെ തോൽപ്പിക്കാനാവില്ല. ഇവിടെ ഗോക്കു ആണെങ്കിൽ വീണ്ടും വീണ്ടും ഗോഹാനെ സപ്പോർട്ട് ചെയ്ത് അവന് കോൺഫിഡൻസ് നഷ്ടപ്പെടാതെ കൊടുത്തുകൊണ്ടേയിരിക്കും. പിക്കലോ ആണെങ്കിൽ ആ ഒരു പോരാട്ടം കണ്ട് പേടിയോടുകൂടെ പറയും, ഗോഹാനെ കൊണ്ട് ഒരുപാട് നേരം ആ മോൺസ്റ്ററിന്റെ പവർ അത് തടുത്തു നിൽക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ പതിയെ പതിയെ അവന്റെ തോൽവിയിലേക്ക് കടന്നു വരികയാണ്. അത് കണ്ട് ഗോകു ചോദിക്കും, എന്തുപറ്റി, എന്താ നിനക്ക് എന്റെ പവർ അത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തത്? അതിന് ഗോഹാൻ പറയും, ഞാനിപ്പോ എന്റെ പവർ മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പഴയ ആ കൊച്ചുകുട്ടിയുടെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഭൂമിയെ എനിക്ക് രക്ഷിക്കാനാവില്ല. അതിന് ഗോകു ആണെങ്കിൽ അവനോട് അടിച്ചു പറയും, നിന്നെ കൊണ്ട് മാത്രമേ അതിന് പറ്റൂ. നീ തന്നെ ഗോഹാൻ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര തവണ നീ എന്റെയും നമ്മുടെ ഫ്രണ്ട്സുകളുടെ ഒക്കെ തന്നെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ. നിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പവറുകൾ മുഴുവൻ നീ പുറത്തേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് വേണം നീ അവനെ ഇല്ലാതാക്കാൻ എന്ന് പറയും. അത് കേട്ട് ഗോഹാൻ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ഇപ്പോ അവന്റെ ഹാമേ ഹാമേ പവറിൽ അവന്റെ ഹാമേ ഹാമേ പവറിന്റെ ആ ഒരു ശക്തി കൂട്ടുകയാണ്. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഗോഹാൻ നീ ആരോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഭ്രാന്തനെ പോലെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ ഈ കോപ്രായൊക്കെ നിർത്തിവെച്ച് മരണത്തിന് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ സേഫായ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം നോക്കി കാണും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും, നീ കണ്ടില്ലേ, ഞാൻ എന്റെ അൾട്ടിമേറ്റ് ട്രാൻസ്ഫോർമേഷനിലാണ്, നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് കൂടുതൽ പവർ ഉപയോഗിച്ച് ഇപ്പോൾ അവന്റെ ഹാമേ ഹാമേ പവർ തിരികെ അയക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഗോഹാൻ, എന്റെ ഉള്ളിലെ പേടി അതാദ്യം നീ മാറ്റിവെക്ക്. ഭൂമിക്കൊന്നും സംഭവിക്കില്ല. എന്ത് സംഭവിച്ചാലും ഡ്രാഗൺ ബോളിലൂടെ നമ്മൾ തിരികെ പിടിക്കുക തന്നെ ചെയ്യും. നീ നിന്റെ പവർ ഉപയോഗിക്കുക. ഗോഹാൻ ആണെങ്കിൽ അതിനെ ഓക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവന്റെ പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. ഞാൻ എന്റെ പവർ അത് ഉപയോഗിച്ച് ഗോഹാനെ സഹായിക്കുമെന്ന് പറഞ്ഞ് പിക്കലോ ആണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പറന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ പിക്കലോ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവനെ അറ്റാക്ക് ചെയ്യും. അതിനാ മോൺസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഇതിനിടയിൽ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്റെ മുൻപിൽ നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ പിക്കലോയെ അട്ടിച്ച് തെറിപ്പിക്കും. അതുകൊണ്ട് ഗോഹാൻ ആണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടുകയാണ്. പിക്കലോയ്ക്ക് അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല, എല്ലാവരുടെയും ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗോഹാൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ പിക്കലോ ആണെങ്കിൽ അട്ടികിട്ടി പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, നീ എന്തായി ചെയ്തേ? അവന്റെ പവർ നിനക്ക് അറിയില്ലേ? നമ്മളെ കൊണ്ട് അവനുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതിന് മാർഷൽ ആർട്സ് മാൻ പറയും, അവൻ ആ കാര്യം അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനോ അവന്റെ പവർ റിലീസ് ചെയ്ത് മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. മൊട്ടപ്പനാണെങ്കിൽ ഇവനെ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകും. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാൻ സപ്പോർട്ട് കൊടുക്കും. നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതെ മരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കുന്നതാണ്. സോ ഡു ഓർ ഡൈ, ഞാനും ഇതിന് തയ്യാറ് തന്നെയാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ മോൺസ്റ്ററിനെ ലക്ഷ്യമാക്കി പറന്നു പോകും. അതുകൊണ്ട് മൊട്ടപ്പനും ഇപ്പോ 18 പറയും, എനിക്ക് അവസാനമായിട്ട് വീണ്ടും നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്കും എന്റെ ഫ്രണ്ട്സിനെ സഹായിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവര് 3 പേരും പറന്നു പോകും. വജീറ്റ ആണെങ്കിൽ പല്ല് കടിക്കും. ഓനോ വിഡ്ഢികളായ 3 പേര്, ഇവരെ കൊണ്ടൊന്നും ആ മോൺസ്റ്ററിനെ തകർക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് മരണം ഇരന്ന് വാങ്ങാനായിട്ട് ഇവർ അവിടേക്ക് പോകുന്നത്? ഇവർ ശരിക്കും ഫെയിലിയേഴ്സ് ആണെന്ന് പറയും. ഇവിടെ പിക്കലോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ നിർത്താതെ ഗോഹാന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. നിന്നിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ പവർ അത് പുറത്തെടുക്ക് ഗോഹാൻ, അവനെ വെറുതെ വിടരുത്. ഇവിടെ നമ്മുടെ ആൾക്കാർ എല്ലാവരും റൗണ്ട് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാണ്. ഗോഹാൻ ആണെങ്കിൽ അതുകൊണ്ട് അത്ഭുതപ്പെടും. മൊട്ടപ്പ, ഹാൻസം ബോയ്, മാർഷൽ ആർട്സ് മാൻ, പിക്കലോ, നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കാൻ ഇവിടേക്ക് വന്നുവല്ലേ ചോദിക്കും. ആ മോൺസ്റ്ററിനാണെങ്കിൽ കൂടുതൽ ഇറിറ്റേഷൻ ആവും. അവൻ അവന്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അട്ടിച്ച് തെറിപ്പിക്കും. അതുകൊണ്ട് കലികളിക്കിയ ഗോഹാൻ ആണെങ്കിൽ അവന്റെ പവർ അത് കൂടുതൽ ഫോഴ്സിൽ അവന് നേരെ അയച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ പിക്കലോ ആണെങ്കിൽ പതി എഴുന്നേക്കും. എന്റെ പ്രഥമ ശിഷ്യനാണ് ഗോഹാൻ, എനിക്കൊരിക്കലും അവനെ മരണത്തിലേക്ക് തള്ളിവിടാനായിട്ട് കഴിയില്ല. എന്നെ ഒരു മോൺസ്റ്ററായി കാണാതെ മനുഷ്യനായി കണ്ടത് അവൻ മാത്രമാണ്. ഉറപ്പായാലും ഞാൻ അവന് സപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം മൊട്ടപ്പൻ
അയ്യപ്പനും പതിയെ തല ഉയർത്തുകയാണ്. എന്നെ കൊണ്ടും തിരിഞ്ഞോടാനായിട്ട് കഴിയുന്നില്ല. എന്നെ ഇപ്രകാരം പ്രാപ്തരാക്കിയത് ഗോകുവും ഗൊഹാനുമാണ്. സോ എന്റെ മനസ്സ് വീണ്ടും വീണ്ടും പോരാടാനായിട്ട് എന്നെ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞ് അവനും അതിന് തയ്യാറാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, ഗോകു നീ കാരണമാണ് ഞാനൊരു മാർഷൽ ആർട്സ് മാനായി മാറിയത്. നീ മരിച്ചപ്പോ എനിക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നിന്റെ മകൻ ഒരിക്കലും ആ ഗതി വരില്ല. അതുപോലെ തന്നെ സൂപ്പർ ഹീറോ പയ്യനും ഇപ്പൊ ഗോകുവിനോട് സംസാരിച്ച് അവര് 4 പേരും അവരുടെ പവർ അത് നിർത്താതെ ഉപയോഗിക്കുകയാണ്. പക്ഷെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഓൾമോസ്റ്റ് അവന്റെ ഹാമേ പവർ അത് ഗൊഹാന്റെ അടുത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഗോകു ആണെങ്കിൽ വീണ്ടും വീണ്ടും പറയും, അൾട്ടിമേറ്റ് പവർ അത് നീ പുറത്ത് കൊണ്ടുപോവാ, നിന്റെ ദേഷ്യം പുറത്ത് കാണിച്ച് അവരെ തകർത്ത് കളാ. ആ നിമിഷമായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ വജീറ്റ അവനാണെങ്കിൽ ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട് ആ മോൺസ്റ്റർ ഞെട്ടും. അടുത്ത നിമിഷം ഗൊഹാനാണെങ്കിൽ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ തകർക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു ഹാമേ പവറിൽ പെട്ട് കത്തിക്കരിഞ്ഞില്ലാതാവും. പവർ പൂർണ്ണമായി നഷ്ടപ്പെട്ട ഗൊഹാനാണെങ്കിൽ നോർമൽ ഫോമിലേക്ക് മാറി താഴേക്ക് വീഴുകയാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ ശ്വാസം വലിച്ചുവിടും. ഒരു വിധത്തില് ഇത് അവസാനിപ്പിച്ചു. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ സന്തോഷിക്കുകയാണ്. അവന്റെ പവർ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ആ ഒരു മോൺസ്റ്റർ അവൻ ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെ ചീച്ചിക്കും അവളുടെ പപ്പയ്ക്കും ഭയങ്കര സന്തോഷം. മാച്ച് കണ്ടുകൊണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ആശ്വാസം. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, സത്യത്തിൽ നീ എന്റെ മകനാണെന്ന് തെളിയിച്ചു. കിങ്കായി ആണെങ്കിൽ ഗൊഹാനെ അഭിനന്ദിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.